ഐസർ ഈസ് ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ. ഞാൻ ഇത് പറയാനുള്ള കാരണം നമ്മളുടെ നാട്ടിൽ പല ആളുകൾക്കും ഐസറിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മളുടെ നാട്ടിലെ പ്രിഡോമിനന്റ് ആയിട്ടുള്ള കോച്ചിങ് കൾച്ചർ എന്ന് പറയുന്നത് നീറ്റും ജെയും മാത്രമാണ്. ലോകത്തിലെ തന്നെ ബെസ്റ്റ് സയന്റിസ്റ്റുകളെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്ഥലമാണ് ഐസർ എന്ന് പറയുന്നത്. ഐസറിനെ കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ആളുകളോടാണ് ഞാൻ പറയുന്നത്, ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഐസേഴ്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഐസേഴ്സ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അങ്ങനെ ഒരു സ്ഥാപനം എന്തുകൊണ്ടാണ് അണ്ടർ റേറ്റഡ് ആണ് എന്ന് ഞാൻ പറയാനുള്ള കാരണം, നിങ്ങൾ കേരളത്തിൽ നിന്ന് ഏറ്റവും മിടുക്കരായിട്ടുള്ള സയൻസിനോട് താല്പര്യമുള്ള വിദ്യാർത്ഥികളെ എടുത്തു നോക്കാം. നല്ല മാർക്ക് തന്നെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് നമുക്ക് എടുക്കാം. മാർക്ക് നോക്കിയിട്ട് നമ്മൾ കുട്ടികളോട് ഏത് കരിയറാണ് +2 ശേഷം നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ളത് എന്ന് ചോദിച്ചാൽ 90% ഓഫ് ദ സ്റ്റുഡൻസും പറയാൻ പോകുന്നത് ഒന്നെങ്കിൽ അവർക്ക് എഞ്ചിനീയറിങ്ങിന് പോകണം, അല്ലെങ്കിൽ അവർക്ക് മെഡിസിന് പോകണം എന്നുള്ളതാണ്. സയൻസിനെ കുറിച്ചോ റിസർച്ചിനെ കുറിച്ചോ ഐസർ, നൈസർ, IISc പോലെയുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ചോ വലിയ ധാരണയൊന്നും ഇവർക്ക് ഉണ്ടാവില്ല. അതിന് കുട്ടികളെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. അവരുടെ പാരൻസ് പറഞ്ഞുള്ള അറിവും സ്കൂളിലുള്ള ടീച്ചേഴ്സ് പറഞ്ഞുള്ള അറിവാണ് കുട്ടികൾക്ക് ഉണ്ടാവുക. ഇനി പാരൻസിനെ കുറ്റം പറയാൻ പറ്റുമോ? അതും ഇല്ല. കാരണം ഇയേഴ്സ് ഓഫ് മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് ഒരു സ്റ്റുഡന്റ് സക്സസ്ഫുൾ ആവുക എന്ന് പറഞ്ഞാൽ ആ സ്റ്റുഡന്റ് ഡോക്ടർ ആവുക അല്ലെങ്കിൽ എഞ്ചിനീയർ ആവുക എന്ന് കാലം കൊണ്ട് മനസ്സിലാക്കിയ, അല്ലെങ്കിൽ കാലക്രമേണ കേട്ട് 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 വളർന്നു വന്ന പാരൻസുമാണ് നമ്മൾക്കുള്ളത്. ഐസറിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് കോച്ചിങ് ആണോ നിങ്ങൾ നോക്കുന്നത്? ഐസറിന് വേണ്ടി മാത്രം ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, ഐസറിലെ സ്റ്റുഡൻസ് നിങ്ങൾക്ക് തരുന്ന മെന്റർഷിപ്പ്, വീക്ക്ലി ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റുകൾ, ഇതെല്ലാം അടങ്ങുന്ന ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഐസർ കോച്ചിങ് പ്രോഗ്രാമിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ഈ ഫോൺ നമ്പറിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെയാണ് നമ്മളുടെ ഈ പാരൻസ് ഐസറിനെ കുറിച്ചൊന്നും കേൾക്കാതിരിക്കുന്നത്? ബിക്കോസ് nobody talks about ഐസർ. എല്ലാവരും നീറ്റിനെ കുറിച്ചും ജെയിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഐസറിനെ കുറിച്ച് സംസാരിക്കാനോ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനോ ഇതുവരെ ആരും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് പാരൻസും സ്റ്റുഡൻസും ഒക്കെ പലപ്പോഴും ഐസേഴ്സിനെ കുറിച്ചും റിസർച്ചിനെ കുറിച്ചൊക്കെ അൺഅവെയർ ആവുന്നത്. എല്ലാവരും എഞ്ചിനീയേഴ്സിനെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാവരും ഡോക്ടേഴ്സിനെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഡിസ്കവറിയോ അല്ലെങ്കിൽ ഒരു സയൻസ് എന്ന് പറയുന്ന ഒരു കരിയറോ അൺഫോർച്ചുനേറ്റ്ലി കേരളത്തിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നില്ല. ഈവൻ കേരളത്തിൽ നിന്നുള്ള ടോപ്പേഴ്സ് പോലും സയൻസ് എന്ന് പറയുന്ന കരിയറിലേക്ക് പോകുന്നില്ല. നീറ്റും ജെയും മാത്രമാണ് അവർ ഫോക്കസ് ചെയ്യുന്ന ഫീൽഡ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഐസറിന്റെ അകത്തുള്ള റിയാലിറ്റി എന്ന് നമുക്ക് നോക്കാം. ഐസർ എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് സയൻസ് പഠിക്കാൻ വേണ്ടി വരുന്ന ഒരു സ്ഥാപനമല്ല. ഞാൻ ഒരു ഐസർ ഗ്രാജുവേറ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ പറ്റും, ഐസറിൽ നമ്മൾ ജസ്റ്റ് സയൻസ് പഠിക്കുകയല്ല ചെയ്യുന്നത്, വി ഡു സയൻസ്. അപ്പം ആദ്യത്തെ വർഷം തന്നെ നമ്മൾ ഐസറിൽ ജോയിൻ ചെയ്ത ആദ്യത്തെ വർഷം തന്നെ 4 സബ്ജക്റ്റുകളും ഫണ്ടമെന്റൽ ആയിട്ടുള്ള സയൻസിന്റെ ഫൗണ്ടേഷണൽ ആയിട്ടുള്ള 4 സബ്ജക്റ്റുകൾ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഇത് 4ഉം തന്നെ നമ്മൾ പഠിക്കും. അതിനുശേഷം 1.5 വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പല ഐസറുകളിലും 2 വർഷം കഴിഞ്ഞിട്ടോ ആണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡ് മാത്രം ചൂസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ ആ ഫൗണ്ടേഷണൽ ആയിട്ടുള്ള 2 വർഷം കഴിയുന്ന സമയത്ത് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻസ്, അതായത് മൾട്ടിപ്പിൾ സബ്ജക്റ്റുകൾ ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോവാണ്. അപ്പോൾ അതിനൊരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഉണ്ടല്ലോ, അതായത് ഫിസിക്സിന്റെ കൂടെ ബയോളജി അല്ലെങ്കിൽ ബയോളജിയുടെ കൂടെ മാത്സ് ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു പ്രോസസ്സ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പം ഇന്നത്തെ കാലത്ത് എല്ലാ റിസർച്ചേഴ്സിനും വേണ്ടിയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ആവണം. നമുക്കൊരു ഫീൽഡിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ പറ്റില്ല, നമുക്ക് മറ്റ് സയൻസ് ഫീൽഡിൽ നിന്നും ഇൻപുട്ട് എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ റിസർച്ചിനെ ബെറ്റർ ആക്കുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ മൾട്ടിപ്പിൾ ഫീൽഡുകൾ ഒരുമിച്ച് വരേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മളുടെ തിയറി ബേസിക് ലാബ് വർക്കുകൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം 5ാമത്തെ വർഷം കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റിസർച്ച് പ്രൊജക്റ്റ് ആണ് അല്ലെ, മേജർ റിസർച്ച് പ്രൊജക്ട്. എൻ്റെ റിസർച്ച് പ്രൊജക്റ്റിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് കംപ്ലീറ്റ്ലി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും അത് കണ്ടിട്ടില്ല എങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്
പറയുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ വീഡിയോ കാണാവുന്നതാണ്. സോ അങ്ങനെ ഒരു മേജർ പ്രൊജക്റ്റിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് എങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ഡിസൈൻ ചെയ്യാം, എന്താണ് ഹൈപ്പോത്തിസിസ്, എങ്ങനെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഡാറ്റ ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഡാറ്റ അനലൈസ് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയെടുക്കും. അപ്പം 5 വർഷത്തെ ഈ BSMS ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാം കഴിയുന്നതോട് കൂടിയിട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റീസിൽ നമുക്ക് പോവാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് റിസർച്ചർ ആയി മാറാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്റ്റുഡന്റ് ആയിട്ട് നമ്മൾ മാറും. അപ്പൊ ഒരു സ്റ്റുഡന്റ് ഐസറിൽ നിന്നും പഠിച്ചിറങ്ങുന്ന സമയത്ത് ജസ്റ്റ് ഒരു ഡിഗ്രി മാത്രമല്ല ആ കുട്ടിക്ക് കിട്ടുന്നത്. ആ കുട്ടി ഒരു സയന്റിസ്റ്റിന്റെ പോലെ ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരാളാവും. അയാൾ റിസർച്ചിലേക്കാണ് പോകുന്നത് എങ്കിലും അല്ല, അയാൾ മറ്റേതൊരു ഫീൽഡിലേക്ക് അല്ലെങ്കിൽ മറ്റേതൊരു കരിയറിലേക്ക് മാറണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും ഒരു റിസർച്ചർ ലൈക്ക് ആറ്റിറ്റ്യൂഡ് നമുക്ക് വരുന്നതാണ്. അതായത് ഒരു സയന്റിഫിക് ടെമ്പർ, എന്തും ഡാറ്റ വെച്ചിട്ട് കാര്യങ്ങളെ വിശകലനം ചെയ്യാനുള്ള ആ ഒരു ചിന്താ പദ്ധതി ഉണ്ടല്ലോ, അതെല്ലാം നമ്മൾക്ക് ഐസറിന്റെ അകത്ത് നിന്ന് രൂപപ്പെടുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഇന്നത്തെ കാലത്ത് വേണ്ട ഏറ്റവും വലിയ സ്കിൽ എന്ന് പറയുന്നത് ക്യൂരിയോസിറ്റിയും അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റിയുമാണ്. അപ്പം നമ്മളെ ക്യൂരിയസ് ആയിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള റിസർച്ചിലൊക്കെ പല സ്ഥലങ്ങളിലും പല ഘട്ടങ്ങളിലും ക്രിയേറ്റിവിറ്റി ഇനെവിറ്റബിൾ ആണ്. അപ്പൊ അത്തരത്തിലുള്ള ക്യൂരിയസ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ബെറ്റർ പേഴ്സൺ ആക്കി മാറ്റാനും ഐസറുകൾ നമ്മളെ സഹായിക്കും. ഇനി നമ്മളുടെ ഇടയിൽ പോപ്പുലർ ആയിട്ടുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി IITs ഉണ്ട് അല്ലെ, BTech കോഴ്സ് ഓഫർ ചെയ്യുന്ന IITs ഉണ്ട്. ഈ IITs ഫോക്കസ് ചെയ്യുന്നത് എഞ്ചിനീയറിംഗിലാണ്, അതായത് ഇന്നവേഷൻസ്, ആപ്ലിക്കേഷൻസിലാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന ഏതൊരു കാര്യവും അതെങ്ങനെ ഫാസ്റ്റർ ആക്കാം, ബെറ്റർ ആക്കാം എന്നുള്ള ആപ്ലിക്കേഷൻ ലെവലാണ് IITs നമ്മൾ പോയാൽ ഉണ്ടാവാൻ പോകുന്നത്. പക്ഷേ ഐസേഴ്സിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു DNA റെപ്ലിക്കേറ്റ് ചെയ്യും, അതിന്റെ കംപ്ലീറ്റ് മെക്കാനിസം എന്താണ്, നമുക്ക് ഇപ്പോഴും അറിയാത്ത ഒരുപാട് ഹിഡൻ ആയിട്ട് കിടക്കുന്ന കാര്യങ്ങളുണ്ട്. ആൻഡ് യൂണിവേഴ്സിന് ആക്ച്വലി ഒരു എൻഡ് ഉണ്ടോ, അല്ലെങ്കിൽ എവല്യൂഷന്റെ മെക്കാനിസം എങ്ങനെയാണ് ആക്ച്വലി എവല്യൂഷൻ നടക്കുന്നത്, ഇപ്പോഴും എവല്യൂഷൻ നടക്കുന്നുണ്ടോ, നിങ്ങളുടെ എവല്യൂഷൻ നടക്കുന്നുണ്ടോ, ഇതുപോലത്തെ ക്യൂരിയോസിറ്റി ഡ്രിവൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതുപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങളെ ചോദിക്കാനും ആൻഡ് നിങ്ങൾ ആൻസറിലേക്ക് എത്തിക്കാനും പ്രൊമോട്ട് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഐസർ എന്ന് പറയുന്നത്. സോ ഐസർ പ്യുവർലി സയൻസ് എന്തൂസിയാസ്റ്റിനും ഒരു റിസർച്ചിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കും വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഐസറിൽ നിന്നും പഠിച്ചിറങ്ങുന്ന ആളുകളെ നിങ്ങൾ നോക്കാം, ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയിലെത്തിയ ഐസർ ഗ്രാജുവേറ്റ്സിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ലോകത്തെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ആണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പോസ്റ്റ് ഡോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സയന്റിസ്റ്റുകൾ, ഐസർ തിരുവനന്തപുരത്ത് നിന്ന് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആള് ഇപ്പോൾ ഓക്സ്ഫോർഡിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ റിസർച്ചറിനെ നമ്മളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളൊക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനൊക്കെ കൊണ്ടുവന്നതാണ്. അതുപോലെ തന്നെ ഐസർ തിരുവനന്തപുരത്ത് നിന്നും പഠിച്ചിറങ്ങിയ കൊറോണയ്ക്കെതിരെയുള്ള വാക്സിൻ ഡെവലപ്മെന്റിൽ ക്രൂഷ്യൽ ആയിട്ടുള്ള റിസർച്ച് കണ്ടക്ട് ചെയ്ത ആള് ഡോക്ടർ ജസ്വിൻ ജോസഫ് ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഹാർവേഡ് യൂണിവേഴ്സിറ്റീസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസിലെ കുട്ടികളെ എത്തിക്കുന്ന രീതിയിലാണ് ഓരോ കുട്ടികളെയും ഐസറുകൾ ഗ്രാജുവേറ്റ് ചെയ്യിപ്പിച്ചു വിടുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഐസർ ഈസ് ഇന്ത്യാസ് മോസ്റ്റ് അണ്ടർ റേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. സോ നിങ്ങളൊരു സയൻസ് ലവർ ആണ് എങ്കിൽ, റിസർച്ചിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ, ക്യൂരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ മനസ്സിലുള്ളത് എങ്കിൽ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ്, ബെസ്റ്റ് കോളേജാണ് ഐസേഴ്സ്. അപ്പോൾ ഐസറിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾ അറിയുക, കൂടുതൽ മനസ്സിലാക്കുക. ഐസറിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. കേരളത്തിൽ നിന്നും കൂടുതൽ സയന്റിസ്റ്റുകളെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള മിഷനോട് കൂടിയിട്ടാണ് ക്രിസ്പർ ലേണിംഗ് നിലവിൽ വരുന്നത്. ഇനി ഐസറിൽ നടക്കുന്ന റിസർച്ചിനെ കൂടുതൽ അറിയുന്ന രീതിയിലുള്ള വീഡിയോ സീരീസ് നമ്മളുടെ ഈ ഒരു ചാനലിലൂടെ വരുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാ ഐസർ ആസ്പിറൻസും അല്ലെങ്കിൽ സയൻസിലോ റിസർച്ചിലോ ഒരു കരിയർ ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ സ്റ്റുഡൻസും പാരൻസും നമ്മളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ
കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. കേരളത്തിൽ ഒന്നാകെയുള്ള ഐസർ ആസ്പിറൻസ് അടങ്ങുന്ന ഒരു ടെലിഗ്രാം കമ്മ്യൂണിറ്റി നമുക്കുണ്ട്. ആ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ഒരു ഐസറിലേക്കുള്ള അഡ്മിഷൻ സ്വപ്നം കാണുന്ന എല്ലാവരും തന്നെ ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് ഒരു കമ്മ്യൂണിറ്റി ആയി നിന്ന് പഠിച്ച് ഐസറിലേക്ക് അടുത്ത വർഷം തന്നെ എത്താവുന്നതാണ്. സോ ഇതുപോലെയുള്ള ഐസർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.